ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു ചുണ്ട് തോരനാണ് ഉണ്ടാക്കുന്നത്. ചുണ്ട് അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ അരിഞ്ഞെടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് ചുമന്നുള്ളിയാണ്. വളരെ കുറച്ച് ഐറ്റംസ് മതി ഈ തോരൻ ഉണ്ടാക്കാൻ. 10-20 ചുമന്നുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷേ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ചേർക്കാനായിട്ടുള്ളതാണ്. ഒന്ന് അരിഞ്ഞെടുക്കും. പിന്നെ പച്ചമുളക് അരിഞ്ഞെടുക്കാം. ചുവന്നുള്ളിയും പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് തന്നെ നമ്മൾ അരിഞ്ഞെടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒരു മുറി തേങ്ങ ചിരണ്ടി എടുക്കാം. ആവശ്യത്തിനുള്ള തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കിയെടുക്കാം. കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മളിതിനകത്ത് എന്തൊക്കെയാണ് ചേർത്തതെന്ന് അറിയാമല്ലോ. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പ് ചേർത്തിട്ടുണ്ട്, തേങ്ങ, ഇത് എല്ലാം കൂടെ നന്നായിട്ട്. പിന്നെ ചുമന്നുള്ളി ഒരു 10-20 എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് യോജിപ്പിക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വെച്ച് കൊടുത്ത് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. മൺചട്ടിക്കകത്ത് ഉണ്ടാക്കാൻ ഏറ്റവും ടേസ്റ്റ്. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. പൊട്ടട്ടെ. പൊട്ടുന്നവരെ നമുക്ക് വെയിറ്റ്. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുളക് ഇട്ട് കൊടുക്കും. 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. 3 വറ്റൽമുളക് ഇട്ട് കൊടുത്തു. കരിവേപ്പില ഇട്ട് കൊടുക്കാം. മിക്സി ഇട്ട് കൊടുക്കാം. നമ്മളിതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടച്ചു വെക്കാം. വെളിച്ചെണ്ണയ്ക്കകത്ത് ഇതിട്ട് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. അടിപൊളി സ്മെല്ലാണ്. കഴിക്കാനും അടിപൊളിയാണ്, ഹെൽത്തിയാണ്. വാഴയുടെ എല്ലാ സാധനങ്ങളും അടിപൊളിയല്ലേ, കഴിക്കാൻ നല്ലതാണ്. നമുക്കിനെ അടച്ചു വെക്കാം. പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് പരിപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് നിവർത്താം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിതൊന്ന് നിവർത്താം. പരിപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മുളക്കി കൊടുക്കാം. പരിപ്പിട്ട് വെക്കുന്ന ചുണ്ട് തോരൻ റെഡി ആവാറുണ്ട്. ഇതിനെ അടച്ച് വെച്ച് വേവിച്ച് വെക്കാം. ഈ പരിപ്പിനകത്ത് വെള്ളം കൂടെ ഒന്ന് തട്ടിയാൽ മതി. ഓൾറെഡി ഇത് കുക്കായിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കി ഒക്കെ കറക്റ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ കറക്റ്റ് ഉപ്പാണ്. വെച്ചതിന് ശേഷം നോക്കാം. ഇനി നമ്മുടെ ചുണ്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിലേക്ക് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും ലേശം പച്ചവെളിച്ചം. ഇത്രയേ ഉള്ളൂ. ബൈ ഫ്രം ഗോപിക.